JK റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഏറെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന സാറ്റർഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ചുക്കും ചുണ്ണാമ്പും ഒന്നും നടന്നില്ല. അതിനകത്ത് മോഹൻലാൽ ജസ്റ്റ് സംസാരിച്ചു വിട്ടു അന്നത്രേ ഉള്ളൂ. അല്ലാതെ നെവിൻ്റെയും ഷാനവാസിൻ്റെയും വിഷയം കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ മുന്നത്തെ ആഴ്ചയിലൊക്കെ കണ്ട ലാലേട്ടൻ ഫയർ ഈ ഒരാഴ്ചയിൽ ഉണ്ടായിട്ടില്ല. അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഒരിക്കലും ഈ ഒരു സംഭവം ബിഗ് ബോസ് ടീം അംഗങ്ങളോ ബിഗ് ബോസ് ഷോ അംഗങ്ങളോ ഇതിനെ പ്രൊമോട്ട് ചെയ്യില്ല. അതായത് ഇത് വലുതാക്കി കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല. സോ ഇത് ഹൈഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാവാത്ത രീതിയിൽ മാക്സിമം ഇത് ഒതുക്കി വിട്ടിട്ടുണ്ട്. ആദിലയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാണ് കേട്ടത്. സോ അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ബിഗ് ബോസ് സീസൺ 7ൻ്റെ 50ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനോട് മുന്നോടിയായിട്ട് ഒരു ആളെ ഈ വീട്ടിൽ നിന്ന് എവിക്റ്റ് ആക്കിയിരിക്കുകയാണ്. റെന ഫാത്തിമയാണ് എവിക്റ്റ് ആയിരിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു റെനയും ആര്യനും നിവിനുമാണ് ഡേഞ്ചർ സോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരിക്കലും രണ്ടാണുങ്ങളെ ഒരുമിച്ച് ഇറക്കി വിടില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഒരാണിനും ഒരു പെണ്ണിനെയാണ് ഇറക്കുക. അപ്പോൾ മിക്കവാറും ഇന്ന് റെനയേനും നാളെ നിവിനെയും ഔട്ടാക്കാനാണ് സാധ്യത. എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ചിലപ്പോൾ നാളത്തെ എവിക്ഷൻ കട്ട് ചെയ്തിട്ട് നാളെ വൈൽഡ് കാർഡ് എൻട്രി ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നാളെ എവിക്ഷൻ ഇല്ലെങ്കിൽ റെന ഫാത്തിമയുടെ എവിക്ഷൻ നാളത്തെ എപ്പിസോഡിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എപ്പിസോഡ് വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, കൂടെ നിൽക്കണം. ഓക്കെ, ബൈ.